അതിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ നമ്മുടെ ചിരി അരങ്ങിലേക്ക് സ്വാഗതം. This is East Tea Presents Comedy Nights with Suraj. വരണം മിസ്റ്റർ ഇന്ദുചൂടൻ. സ്വരാജ് 3 പേരുടെ സ്റ്റൈലും നടത്തവും കാണിക്കും. ഒന്ന് ഞാൻ, ഒന്ന് ജയൻ, ഒന്ന് ജഗദീഷ്. പ്ലീസ് അതൊന്ന് കാണണം. ഇനി ഞാൻ ഏട്ടനെ വിട്ട് എങ്ങും പോവില്ല ട്ടോ. എനിക്കിപ്പോ ഒരു ഡൗട്ട് ഉള്ളത് ഇത് ഞാൻ തന്നെ എന്നെ മിമിക്രി ചെയ്ത് കളിച്ചിരിക്കുന്നത്. ഒറ്റയ്ക്കൊക്കെ അത് കളിക്കാൻ പറ്റും. ശരി, ഓക്കെ, ഒരു കുട്ടിയും കൂടെ തരാം. അങ്ങനെയാണ് 2 ഡാൻസ് ഞാൻ കളിക്കാം. കസ്തൂരിമാൻമിഴി മലർശരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. എല്ലാവർക്കും സുഖമാണല്ലോ. എന്നാ പ്രോഗ്രാം കൂടെ സ്റ്റാർട്ട് ആവട്ടെ. പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ചിരിച്ചാ? തമാശ പറയുന്നതിന് മുമ്പ് ചിരി വന്നല്ലോ. അതാരാ? എന്ത് ആരാന്ന് ഭയങ്കര ഫാനാ ഞാൻ. എനിക്ക് തിരികെ നിർത്താൻ പറ്റത്തില്ല. ഞാൻ പണ്ടൊരു കോമഡി കണ്ടതാ, അത് പിന്നെ എനിക്ക് ചിരി നിർത്താൻ പറ്റൂല. അയ്യോ, രോഗം. ആരാ? കള്ളുകൂടിയായിട്ട് നീ ഒന്ന് ആലോചിച്ച് നോക്കാണ് എങ്ങനെയാണ് ഇതിനകത്ത് കയറിയെന്ന് ആലോചിച്ച് നോക്കിയാണ്. അല്ല, പോയി ചിരി നിർത്തണ്ടേ? അയ്യോ, അത് എനിക്ക് തോന്നുന്നു എന്തോ അസുഖമായിരിക്കും. ഇങ്ങനെ ഒരു സ്കിറ്റ് കണ്ടിട്ട് ഒരുപാട് ഇങ്ങനെ ചിരിക്കുന്ന. ഇങ്ങനെ ചിരിച്ചാ മരിച്ചു പോട്ടോ. അതെ, ചിരി നിർത്താൻ വേണ്ടിട്ട് ട്രൈ ചെയ്തിട്ടില്ലേ? നടക്കില്ല. അല്ല, നിങ്ങള് വീട്ടിലെ വിഷമങ്ങൾ എന്തെങ്കിലും ഒക്കെ ആലോചിച്ച് നോക്കിയേ. അല്ല, മരണോ എന്തെങ്കിലും. എന്റെ വൈഫിനെ മാമൻ അതുകൊണ്ട് വിരലിട്ട് കൊടുത്ത് കറണ്ട് അടിച്ച് ചാത്ത്. അതിനൊക്കെ നിങ്ങൾ ചിരി. ഞാൻ ഇങ്ങനെ ചിരിച്ച് അപ്പോഴും തന്നെ അവിടെ നിന്ന് ചട്ടി എടുത്ത് എന്റെ തലക്കടിച്ച് ചാന്തി എന്നെ പറഞ്ഞു വിട്ട്. ഞാൻ കുറച്ച് ദുരന്തങ്ങളുടെ പേര് പറയാം, ചിലപ്പോ നിങ്ങൾക്ക് ചിരി നിർത്താൻ പറ്റും. ഓക്കെ. പ്രളയം, ചേട്ടാ, ഫോനി ചുഴലിക്കാറ്റ്, ഫോനി ചുഴലിക്കാറ്റ്, സുനാമി. ഇത് എന്റെ കയ്യിൽ നിൽക്കില്ല, അങ്ങോട്ട് മാറിയേക്ക്. എന്താ ചെയ്യണം? എന്തായാലും നമുക്ക് ചിരിച്ചിട്ട് സുരായിട്ട് ഇത് പറഞ്ഞപ്പോ ഇയാളുടെ ചിരി കണ്ടപ്പോഴാ കഴിഞ്ഞ ദിവസം ഒരു 1 മിനിറ്റ് ഉണ്ടായേ. ഞങ്ങളുടെ വീട്ടില് രാത്രി 12 മണിയായപ്പോ കോഴി ഒരൊറ്റ കൂവല്. രാത്രി 12 മണിക്കാന്ന് ആലോചിക്കണേ, കോഴി ഭയങ്കര കൂവല്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറയാ, നിന്റെ പരിപാടി കണ്ടിട്ടായിരിക്കും ആ കോഴി വരെ കൂവുന്നത്. എന്നിട്ട് വീട്ടിലെല്ലാരും ചിരിച്ച് ചിരിച്ച് ചിരിച്ച്. നിങ്ങൾ ചിരിക്കുന്നില്ലേ? അല്ല, എന്റെ പരിപാടി കണ്ടിട്ടായിരിക്കും കോഴി കൂവിയെന്ന് അമ്മ പറഞ്ഞു. അത് ഭയങ്കര തമാശ. നിങ്ങൾ ചിരിക്കുന്നില്ല? കോണി കൂമിയതൊക്കെ ഇത്ര വലിയ തമാശയാണോ? കോണി കൂമിയത് വീട്ടിലെല്ലാരും ഭയങ്കര ചിരിയായിരുന്നു കേട്ടാ. വീട്ടിലൊക്കെ പ്രാന്തായിരിക്കും. ഇപ്പൊ ഒരു നിലവാരമൊക്കെ എനിക്ക് മനസ്സിലായി വീട്ടുകാരുടെ. ആ നിന്നല്ല ചിരി. 5 വർഷമായിട്ട് ചിരി കൊണ്ടു നടക്കുന്നതാണ്. 5 വർഷം. 5 വർഷം. പക്ഷെ സുഹൃത്തെ, ഞാൻ ഓരോ ദുരന്തങ്ങളും പറഞ്ഞു. ഇതൊന്നുമല്ല ദുരന്തം. കൂടിങ്ങനെ നിർത്തിയിരിക്കുന്നതാണ് ഭൂലോക ദുരന്തം. സത്യം പറഞ്ഞ നിങ്ങൾ കാശ് കൊടുത്ത് ഇറക്കിയ ആളല്ലേ ഇത്? ആയിട്ട് ചിരിച്ചോണ്ടിരുന്ന മനുഷ്യനാണ്. എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങിയാലോ? വിളിക്കാം. ഇന്നത്തെ നല്ല ഗസ്റ്റ് തമാശയായിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഗസ്റ്റാണ്. പ്രത്യേകിച്ച് എനിക്ക്
ഒരുപാട് ഇഷ്ടമുള്ള, വ്യക്തിപരമായിട്ട് നല്ല അടുപ്പമുള്ള ഒരു വ്യക്തിത്വമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പിന്നെ മിമിക്രി വേദികളിൽ, മിമിക്രിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാനൊക്കെ മിമിക്രി അവതരിപ്പിക്കുമ്പോഴേ ഇപ്പോഴും മിമിക്രി വേദികളിൽ പിന്നെ മിണ്ടാതിരിക്കുന്ന ജനത്തിനെ എല്ലാം ഉണർത്തിവിടുന്നത് ഇദ്ദേഹത്തിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഒരു ഡാൻസിലൂടെയൊക്കെ അവതരിപ്പിക്കുമ്പോണ്ടല്ലോ ജനം അങ്ങോട്ട് എണീറ്റ് നിന്ന് കയ്യടിയാണ്. അത്രയേറെ ആരാധകരുള്ള നമ്മുടെ പ്രിയ കലാകാരൻ ഭീമൻ രഘുചേട്ടൻ. വെൽക്കം ഭീമൻ രഘുചേട്ടാ. എന്താ പേര് മോളെ? പ്രിയ. പ്രിയ പ്രിയ, നല്ല പേരാണല്ലോ. പ്രിയേ പ്രണയിനി, പ്രിയേ മാനസ പ്രിയേ പ്രണയിനി പ്രിയേ. ചേട്ടാ നമ്മുടെ പരിപാടി തുടങ്ങിയിട്ടേ ഉള്ളൂ. ചേട്ടാ എന്തൊക്കെയുണ്ട് ചേട്ടാ പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം എന്താണ് ഈ വേഷം? അതെനിക്ക് അറിഞ്ഞുകൂടാ. കാരണം വെച്ചാൽ ഞാനിപ്പോ ഈയിടെ ഒരു പടം ചെയ്തു, ദിലീപിനോടൊരു പടം ചെയ്തു. അതെ, ബാലമക്കൽ. അതിനകത്ത് ബാബുവേട്ട എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. അപ്പൊ ആ ഒരു കഥാപാത്രത്തിന് യൂസ് ചെയ്യുന്ന വേഷമാണ്. അപ്പൊ എല്ലാരും പറഞ്ഞു ഇവിടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ശ്രീകോട്ടം വരുമ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ, അതിനൊരു പ്രത്യേകതയില്ലേ, ഒരു നല്ല ഡിഫറെന്റ് സ്റ്റൈലിലൊരു വേഷം കെട്ടാം. ഓക്കെ, അതെനിക്ക് അടുത്ത് തന്നു, അണിഞ്ഞു, ഞാനിങ്ങനെ ഇറങ്ങി. ഈ ചേട്ടന് ഒരുപാട് പേര് നമ്മുടെ മിമിക്രി വേദികളിൽ, ഞാനടക്കം ജനമൊക്കെ ഒന്ന് നിശബ്ദമായിട്ടിരിക്കുകയാണെങ്കിൽ ഇവരെ ഇളക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്, അടുത്തായി എത്തുന്നു ഭീമൻ രഘു, ഒന്നവരിങ്ങ വരണം മിസ്റ്റർ ഇന്ദുചൂടൻ. അങ്ങനെയൊക്കെ നമ്മൾ മിമിക്രിക്കാരെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ചേട്ടൻ എന്താണ് തോന്നുന്നത്? എനിക്ക് സത്യത്തിൽ വളരെ സന്തോഷമാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ പ്രസന്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഓഡിയൻസിന്റെ മനസ്സിൽ അല്ലെങ്കിൽ ആ വ്യൂവേഴ്സിന്റെ മനസ്സിൽ നമ്മളുണ്ട്. അതെ, അതാണ് ഏറ്റവും വലിയ രസം. തീർച്ചയായും മിമിക്രിക്കാർക്ക് ഞാൻ നല്ലൊരു അപ്ലാസ് കൊടുക്കും. ഈ മിമിക്രിക്കാരെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഡയലോഗാണ് വരണം വരണം മിസ്റ്റർ ഇന്ദുചൂടൻ. അല്ല, അതിന്റെ ഏറ്റവും വലിയ രസം ഇപ്പം സ്വരാജ് അതിന്റെ സ്റ്റൈൽ കാണിച്ചു. സ്വരാജ് 3 പേരുടെ സ്റ്റൈലും നടത്തവും കാണിക്കും. ഒന്ന് ഞാൻ, ഒന്ന് ജയൻ, ഒന്ന് ജഗദീഷ്. പ്ലീസ് അതൊന്ന് കാണണം. ഇല്ല വേണ്ട, കാണണ്ടേ? യെസ്. ആദ്യം ജയൻ, അല്പക്കൂടെ സ്പീഡ് ഭീമൻ രഘു, മാക്സിമം സ്പീഡ് ജഗദീഷ് ഏട്ടൻ. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയന്റെ അടിച്ച് മാറ്റിയതാണെന്ന് ഞാൻ പല സ്റ്റേജിലും പറഞ്ഞു, ഇവർ രണ്ടുപേരുടെ ആക്ഷൻ. അപ്പൊ ഇവർ വിസമ്മതിച്ചു. ഇതിപ്പോ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ പറയണം. ആദ്യം ജയൻ, ആക്ഷൻ മാത്രമേ ഉള്ളേ. ആക്ഷൻ മാത്രം. റെഡി? ഇതാണ് 3 പേരുടെ ആക്ഷൻ. എങ്ങനെയുണ്ട്? കറക്റ്റ് ആണോ? ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റയിടാൻ വേണ്ടി കോമഡി പരിപാടി മര്യാദക്ക് ഇടിയൊക്കെ മേടിച്ചോണ്ട് നടന്നതാണ്. സത്യം ഇവരുടെ കല്ലി പാറ്റ ഇട്ടൊന്നുമല്ല. എൻ്റെ അടുത്തൊരു ഡയറക്ടർ ചോദിച്ചു, താങ്കളുടെ കോമഡി അല്ല വില്ലൻ വേഷത്തിൽ കൂടി അല്പം ഹാസ്യത്തിൽ കൂടിയാണല്ലോ താങ്കൾ മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാർ എനിക്ക് ആരും അതിൻ്റെ ഇത് തരാറില്ല, ഒരു വേഷം തരാണ്, തീർച്ചയായിട്ടും ഞാൻ അഭിനയിക്കാം, തയ്യാറാണ്. അങ്ങനെയാണ് ജോഷി സാറിന്റെ പടത്തില് യെസ് നരൻ എന്ന സിനിമയില് മറ്റേ മരിച്ചനെയും മൃതമുണ്ടൊക്കെ പോയിട്ട് പതിയെ ലാലേട്ടനെ കാണുമ്പോ അല്ലെങ്കിൽ വേണ്ട ഇത് കുറച്ചൊക്കെ തോളരുത്. ആ ഒരു സൂപ്പർ ഹിറ്റ് ഡയലോഗ് വരണം വരണം മിസ്റ്റർ ഇന്ദു, അതൊന്ന് പറയോ? ഞാനിപ്പോ സ്വരാജ് നേരത്തെ പറഞ്ഞു വരണം മിസ്റ്റർ ഇന്ത്യയോടൻ, മനസ്സിലായി? അങ്ങനെ പറഞ്ഞത് സത്യത്തിൽ ഞാനല്ല. ഞാൻ ആ സമയത്ത് പറഞ്ഞത് വരണം മിസ്റ്റർ ഇന്ത്യയോടൻ, നാളുവരെ ആയല്ലോടാ നിന്നെ കാത്തിരിക്കുന്നു, ഇതാണ് സാധനം പറഞ്ഞത്. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ മിമിക്രിക്കാരത് ഏറ്റെടുത്തപ്പോ വരണം മിസ്റ്റർ ഇന്ത്യയോടൻ,
നാളെ കുറെ ആളാണ് ഞാൻ കാത്തിരിക്കാൻ. ഇങ്ങനെ വന്നപ്പോൾ ആ അവതരണത്തിൽ കൂടി ഒരുപാട് ഓഡിയൻസ് എന്നെ അങ്ങോട്ട് സ്വീകരിക്കാൻ തുടങ്ങി. ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ മിമിക്രിക്കാർ എന്നെ വിറ്റ് തിന്ന്. അതല്ല ഈ മിമിക്രിക്കാരോട് ഒരു കാര്യം കൂടെ പറയാണ്. മിമിക്രിക്കാരോട് ഒരു കാര്യം, ഒരൊറ്റ കാര്യം. അതായത് ഞാൻ ശബരിമല അയ്യപ്പനെ പറ്റി ഒരു CD ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് പാട്ടിൽ ഞാൻ പാടുന്ന ഒരു 4 വരി പാട്ട് അവരതേപോലെ പാടി കേൾപ്പിക്കണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അതാ പാടാൻ ആരെങ്കിലും പാടാൻ ഇതേപോലെ പാടണം. അങ്ങനെ പാടിയാൽ ഞാൻ നല്ലൊരു പ്രൈസ് അവർക്ക് കൊടുക്കുന്നതായിരിക്കും. മിമിക്രിക്കാർക്കുള്ള ഒരു ചാലഞ്ചാണ് ആ പാട്ട്. സ്വരാജിനും എനിക്ക് പാടാൻ അറിയില്ല, പക്ഷെ ഞാൻ ട്രൈ ചെയ്യാം. ഇതാണ് പാട്ട്. ശബരിമലയിലെ ശാസ്താവിൻ മുഖം അലിവുള്ളൊരമ്മയെ പോലെ ശതകോടി ഭക്തർതൻ ശരണപ്രവാഹം അലത്തല്ലും തിരമാല പോലെ ശംഖനാദം മുഴങ്ങുന്നൊരാ സന്ധ്യയിൽ സത്യം വിളങ്ങുന്ന പോലെ എൻ അയ്യപ്പ സ്വാമിയെ പോലെ. ഇത് ഒരു മിമിക്രിക്കാരെ കൊണ്ടും പറ്റില്ല. മാപ്പു നൽകൂ ദയാനിധേ. നല്ല വലിയ സുരായ, നല്ല വലുവാണെങ്കിൽ നല്ലതല്ലേ, ഇതിനെ കളയണേ. അതല്ല, പോലീസ് ഡിപ്പാർട്ട്മെന്റ് കയറിയതിനു ശേഷമാണ് ഇത്രയും വലിവെനിക്ക്. അതെങ്ങനെ പറയുന്ന? പോലീസ് ഡിപ്പാർട്ട്മെന്റ് കയറിന് ചേട്ടൻ ഇത്രയും വലുവാണെങ്കിൽ ഈ നിൽക്കുന്ന ഭീമൻ ജോയി ചേട്ടൻ എന്തോരം വലിക്കണം. എങ്ങനെ ഈ വലിവ് കിട്ടിയത്? സുരായന് പാരമ്പര്യമായിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. എൻ്റെ അച്ഛൻ്റെ വസ്തുവുണ്ട്, പിന്നെ വീട് തന്നിട്ടുണ്ട്. ചേട്ടാ, എനിക്കും പാരമ്പര്യമായിട്ട് കിട്ടി. സാറിന് എന്താ പാരമ്പര്യമായിട്ട് കിട്ടിയത്? വലിവും പൈൽസും. ഇത് രണ്ടും തമ്മിൽ ഒരു ചേർച്ചയായിട്ട് കല്യാണം കഴിപ്പിക്കാനൊന്നും അല്ലല്ലോ. അതെ, ഞാനൊരു കള്ളനെയും കൊണ്ട് വരികയായിരുന്നു. വലിവ് കൂടിയപ്പോ ഞാൻ വലിക്കാനായിട്ടൊന്നും മാറി നിന്നതാ. അവൻ എന്നെ വലിപ്പിച്ചിട്ട് എന്ത് മോശമായ പ്രവൃത്തിയാണ്. ഒന്നാമത് നിങ്ങൾക്ക് വലിവ്, ഇതിന്റെ ഇടയിൽ നിങ്ങൾ സീർട്ട് വലിക്കാനും കൂടെ നിർത്തി കഴിഞ്ഞാൽ കള്ള ഓടില്ലേ? വലിവ് കൂടിയാ അവൻ എന്നെ വലിപ്പിച്ചിട്ട് ഓടിയത്. ഒരു ഉപകാരം ചെയ്യണം. എന്താണ്? വിളിച്ചിട്ട് ഈ വിവരം പറയണം. അതിപ്പോ എങ്ങനെ പറയും? അളിയൻ ഗൾഫിൽ നിന്ന് തന്നൊരു ഫോണാ, അത് ഡയൽ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. ഐഫോൺ ആണെങ്കിൽ ഞാൻ എടുത്തോളാം. ഞാൻ അങ്ങനെ തന്നാ മതി. ഇതാണ് അളിയൻ ഗൾഫിൽ നിന്ന് തന്ന ഫോൺ. ഇതാ ഇതെന്താ മുറുക്കാൻ മതിയോ? ഇത് കംപ്ലീറ്റ് റബ്ബറാണല്ലോ. ഇതിൽ ഡയൽ ചെയ്യണ എങ്ങനെ? നമ്പർ പറ. 9. ഇപ്പൊ എനിക്ക് കാണാൻ പോയത് എവിടെ ഇട്ട് കുത്തു? കുത്താൻ അറിയാൻ പാടില്ല. ഇല്ല, ഈ മഞ്ഞേല് വലിച്ചു വിട്ടാ മതി. 9 ഡയലാകും. 9 ഡയലായി. ഇനി 5 അതില് വലിക്കും. യെല്ലോ 2 വലി 5. 7 ഒരു വലി വലിച്ച്. ഓക്കെ, ഡയലാവുണ്ട്. കൊണ്ടുവാ, ഞാൻ പറയാം. കള്ളൻ ഓടിക്കളഞ്ഞ് ഞാൻ നമ്മുടെ സുരാജും ഭീമിന്റെ ഒക്കെ അശ്വതിയൊക്കെ ഉള്ള ഫ്ലോറിൽ ഓടി കയറിയത്. സുരാജ് നമ്മുടെ തമാശക്കാരൻ. സുരാജ് ഉണ്ട്, ഞാൻ സംസാരിക്കാന്ന് പറയും. സുരാജുണ്ട്, കൊടുക്കട്ടെ. സുരാജിനെ സാറിന് ഇഷ്ടമല്ല. പറ്റിക്കാൻ വേണ്ടി പറയണല്ലോ സാർ, പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയുന്നു പറയണം. ഇത് പണയാൻ മാത്രം തനിക്ക് ഒരു വലിവുമില്ല അല്ലേ? അല്ല, ഇപ്പൊ എന്റെ വലിയ മാറി സുരാജിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോ എന്തായാലും ഞാൻ കള്ളനെ ഒന്ന് പിടിക്കാൻ നോക്കട്ടെ. കാണാറുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ആ പ്രതിയെ പിടിച്ചോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയണ്ടേ? പോയിട്ട് കണ്ടിട്ട് വരാം.
എന്റെ പൊന്നു ബ്രോക്കറെ, എന്റെ ഈ ഉറക്കവും കളഞ്ഞ് ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത് തന്നെ പെണ്ണ് കാണാൻ പോകേണ്ട കാര്യമുണ്ടോ? ഇവിടെ നമ്മൾ ഇപ്പോഴത്തെ ബസ്സിന് കയറിയാലേ രാവിലെ 8 മണിക്ക് നമ്മൾ കട്ടപ്പന ചെല്ലത്തുള്ളൂ. അതിനാണോ ഈ വെളുപ്പാൻ കാലത്ത് ഇറങ്ങിയത്? അതെ, എനിക്ക് 40 വയസ്സായി. ഈ കല്യാണമെങ്കിലും നടക്കുവോ? ഇവിടെ ഇത് ചുമ്മാ തേങ്ങ മാങ്ങയൊന്നും അല്ല പറിച്ചുകൊണ്ട് കയ്യിലോട്ടിട്ട് വരാം. നമ്മൾ പെങ്കത്തിന് അതാ എന്നൊരു സമയമുണ്ട്, അതിനെ കണ്ടുപിടിച്ച് കൈ തരാൻ കൊടുക്കും. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, എനിക്ക് കുറച്ച് കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. നിനക്ക് കൺസെപ്റ്റ് ഉണ്ടാ? ഉണ്ട്. ഭഗവാനെ രക്ഷപ്പെട്ട്. ഞാൻ ഭയന്നിരിക്കുകയായിരുന്നു. ഞാൻ എന്തോന്ന് 10-45 വയസ്സായില്ലേ എനിക്ക്? ഇനി കൺസെപ്റ്റ് എങ്ങാനും ഇല്ലെന്ന് ഞാൻ ഭയന്നിരിക്കുകയായിരുന്നു. ഉണ്ടല്ലേ, അത് കുഴപ്പമില്ല. താനെന്താ ഉദ്ദേശിച്ചത്? കൺസെപ്റ്റ് ഒക്കെ നമുക്ക് അറിയാതെ നമ്മൾ കുറെ ആളായില്ലേ വീട്ടിൽ പോകാൻ. അയ്യോ, ഇയാളെന്തായി പറയുന്നത്? ഇവിടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാട്. എനിക്ക് പെൺകുട്ടിയെ കുറിച്ച് കുറച്ച് കാഴ്ചപ്പാടൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതായിരുന്നാ? ആ, അതെ. ഓക്കെ ഓക്കെ. പിന്നെ എനിക്ക് വലിയ നിറമൊന്നും ഇല്ലല്ലോ. ആര് പറഞ്ഞു നിറമില്ലെന്ന്? ഇവിടെ നിനക്ക് നിറമുണ്ട്. എനിക്ക് നിറമുണ്ടോ? നിറം കൂടുതലാണ് നിനക്ക്. എനിക്ക് നിറം കൂടുതലാണോ? പിന്നെ കറുപ്പ് നിറം കൂടുതലാണ്. ബ്രോക്കർ എന്ന നിലയ്ക്ക് താൻ എന്നെ കളിയാക്കാൻ പറ്റില്ല. എന്റെ കൂടെ നിൽക്കേണ്ടതാണ്. ഞാൻ കൂടെ ഉണ്ട്, ഞാൻ പേടിക്കൊന്നുമില്ല. എല്ലാരും കളിയാക്കാണ്. എനിക്ക് വലിയ സൗന്ദര്യമൊന്നും ഇല്ലല്ലോ. പിന്നെ അതിപ്പോ ഇയാൾ പറഞ്ഞിട്ട് വേണമല്ല ഞാൻ അറിയാനായിട്ട്. എന്നെ കാണാൻ കൊള്ളത്തില്ലെങ്കിലും ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന് നല്ല സൗന്ദര്യം വേണം. അപ്പൊ ചുരുക്കം പറഞ്ഞ അടുപ്പിത്തിരി കരിഞ്ഞിരുന്നാലും അതിൽ വെക്കുന്ന പാത്രം സൂപ്പർ പുതിയ പാത്രമായിരിക്കണം. ആരോടോ അടുപ്പ് കരിഞ്ഞിരിക്കുന്നത്? ഞാനോട് അടുപ്പ് കരിഞ്ഞിരിക്കുന്ന വർത്താനം പറയരുത് കേട്ടോ. തമാശ പറയാൻ പറ്റും. ഇങ്ങനെയാണ് തന്റെ ബ്രോക്കർ ഫീസ് ഞാൻ കുറയ്ക്കും. എനിക്ക് എന്താണ് ഒരു കുറവ്? ഞാൻ വീട് വലിക്കില്ല. ഇയാള് വീട് വെക്കാത്തവര് എന്നോടെന്തിനു പറയുന്നത്? ഞാൻ വെച്ചേരം കേട്ടോ. വീട് വെക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഞാൻ വീട് വലിക്കത്തില്ല, കള്ളു കുടിക്കത്തില്ല, സിഗരറ്റ് വലിക്കത്തില്ല. എനിക്ക് എന്താണ് ഒരു കുറവ്? ഇയാൾക്ക് ഒരു കുറവുമില്ല. ഇയാൾക്കുള്ളത് കൂടുതലേ ഉള്ളു. കൂടുതലേ ഉള്ളു പ്രായം. കഷ്ടമാണെന്ന് പറ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ബ്രോക്കറെ, നമ്മളെ ഇത്രയും ദൂരെ പോയി കല്യാണം കഴിക്കേണ്ട പെണ്ണ് കാണേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല, അത് വേറൊരു കേസുണ്ട്. നമ്മൾ ഈ ദൂരം കൂടും തോറും നമ്മൾ ഈ പറയുന്ന കള്ളത്തിന്റെ പവർ കൂടുമെന്നാണ്. എന്ത് കള്ളത്തരം പറഞ്ഞു? ഞാൻ ചെറിയൊരു കള്ളത്തരം പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? അതായത് നിനക്ക് 30 വയസ്സുള്ളതെന്ന് ഞാൻ പെങ്കൊച്ചിന്റെ വീട്ടുകാർക്കൊക്കെ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത്. അയ്യോ, ഇയാളെന്തോ പരിപാടിയാണോ കാണിച്ചത്? എന്തോ കാണിച്ചു? ഇവിടെ നമ്മളിങ്ങനെ കള്ളത്തരം പറഞ്ഞാണ് കെട്ടിയെന്ന് അവരുടെ വീട്ടുകാരനെ, അത് മോശമല്ലേടോ? ഓഹോ, എന്താ ഇവിടെ സത്യസന്ധ. എന്താ ഇയാള് പെണ്ണ് കാണുന്ന ചേച്ചി പറഞ്ഞപ്പോ ഇയാളോട് ചോദിച്ചപ്പോ എത്ര വയസ്സാണ് ഇയാൾ എന്നോട് പറഞ്ഞത്? എനിക്ക് 40 വയസ്സ്. 40 വയസ്സ്. കഴിഞ്ഞ ആഴ്ച എന്റെ വീട്ടിൽ വന്നപ്പോ എന്റെ പാസ്പോർട്ട് എടുത്ത് ഞാൻ നോക്കി. 48 വയസ്സില്ലടാ മുതുക്ക് കണ്ടതിനൊക്കെ. എന്റെ വല്യമ്മച്ചിയോട് പഠിച്ചില്ലടാ നീ. എന്നിട്ട് അവൻ സത്യസന്ധം കളിക്കാൻ നടക്കുന്നവൻ 40 വയസ്സവന്. ഇനി ഞാനൊരു സത്യം പറയാൻ പോവാണ്. എന്തുവാ? അത് കള്ള പാസ്പോർട്ടായിരുന്നു. പാസ്പോർട്ടല്ല കള്ളൻ, നീയാണ് കള്ളൻ. ഞാനാണ് കള്ളൻ. ഇത് വേറെ സംഭവമൊന്നുമില്ല. ഇവിടെ നീ ഒരു 8 വയസ്സ് എന്നോട് കുറച്ച് പറഞ്ഞു. അതിൽ നിന്നൊരു 10 വയസ്സ് കുറച്ച് ഞാൻ വീട്ടുകാരോട് പറഞ്ഞു. അത്ര വയസ്സേ ഉള്ളൂ ഇവിടെ. ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അതോ ദേവരാഗമോ കുളിരിനുമാത്മദാഹമൃദുവികാരമോ അതോ ദേവരാഗമോ ഇന്ദ്രിയങ്ങളിൽ ശൈത്യമീ. ആ വലിയ പൊട്ടും ആ ചുണ്ടിലെ പെയിന്റും കണ്ടായിരുന്നു. നെഞ്ചിൽ ഉന്മാദത്താളം പഞ്ചബാണന്റെ മേളം ആ മുല്ലപ്പൂ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇതേതോ ഒരു വൃത്തികെട്ട സ്ത്രീയാണ്. തോന്നിയാസം പറയരുത്. എന്ത് ഇവിടെ തറവാട്ട് പറഞ്ഞ പെമ്പൊച്ചു അവയ്ക്കാതെ പറയുന്നു. മാന്യരായ പെമ്പിള്ളേർ. ഞാൻ മുഖലക്ഷണമാണ് പറഞ്ഞത്. ഞാൻ ഇതിന്റെ സത്യാവസ്ഥ ഞാൻ പറഞ്ഞ തറവാട്ടി പറഞ്ഞ പെമ്പിള്ളേരെ കുറിച്ച് ആവശ്യമില്ലാത്ത. ഞാൻ ഓക്കേ. താനിതെന്തോ ഭാവിച്ചു തുടങ്ങാണിത്? പോയി പെണ്ണ് കാണാൻ ഞാൻ ഈ കാര്യം അറേഞ്ച് ചെയ്യട്ടെ. ഇടയ്ക്ക് അലപ്പുണ്ടാക്കരുത്. നീ ഉണ്ടായിരിക്കും നോക്കട്ടെ കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് എന്തോ മാരകമായ അസുഖമുണ്ട്. നന്നായിട്ട് ചുമക്കുന്നു നീ. ഇത് വളയ്ക്കുന്ന എന്താണ് പറയാൻ? ദയവ് ചെയ്ത് എന്റെ പെണ്ണ് കാണാൻ മുടക്കരുത്. നീ മിണ്ടാതിരുന്ന നമുക്ക് പ്രാർത്ഥിക്കാൻ വന്നിട്ട് കല്യാണം നടക്കാം. നീ അങ്ങോട്ട് പോയി. ബൈ ദ ബൈ, എന്താണ് പേര്? നിത്യകന്യക അങ്ങനെ ആരുടെ മുഖത്ത് നോക്കി പേര് പറയാറില്ല.
നിത്യകന്യ എന്നാണ് പേര്. നിനക്ക് പ്രാന്താണോ? നിനക്ക് എന്താണ് നിനക്ക് സോക്കേട്? ഇത് സംഭവം ഒക്കെയാണ്. നീ ഇറങ്ങിയിടാ, നമ്മളിവിടെ നിൽക്കില്ല. കഷ്ടമാണെന്ന് പറയാം. എന്റെ പെണ്ണുകാണിൽ നിന്ന് ഡ്രോപ്പ് ആവുമല്ലോ. എവിടെയാണ് സ്ഥലം? ഞങ്ങൾ കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീകള് പന്തളം കാരക്കാടെന്ന് അങ്ങനെ പറയാറില്ല. അത് ശരി. പന്തളത്ത് കാരക്കാടാണ് വീട്. പന്തളത്തും കാരക്കാടും. അപ്പൊ ഇങ്ങനെ നിൽക്കുകയാണോ? ചിലപ്പോ അമ്മ വീട് ചിലപ്പോ പന്തളത്തും, അച്ഛന്റെ വീട് ചിലപ്പോ കാരക്കാട് വരും. എന്റെ പെണ്ണ് കാണാൻ ചടങ്ങ്. ബസ് വരണം. ബസ് വന്നാൽ നമുക്ക് പോണം. വേണ്ട, അവരുമായിട്ടുള്ള സംസർഗം വേണ്ട. ചുമ്മാ ഞാൻ സെറ്റപ്പാക്കി വരും. നീ ചുമ്മാ ആവശ്യമില്ലാതെ പറയാം. നീ ഒന്ന് അടങ്ങ്. നീ എന്തായി പറയുന്നത്? എന്നാ വീടെവിടാ? വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. ഇളക്കം തുടങ്ങിയിട്ടുണ്ടല്ലേ? അങ്ങനൊന്നുമില്ല. അങ്ങനില്ല. ഞാൻ ചോദിക്കാൻ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഭർത്താവും 2 കുട്ടികളും ഉണ്ടെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞ അവരെന്നെ തല്ലിക്കൊല്ലും. 2 പിള്ളേരും കിഴങ്ങനായിട്ടൊരു ഭർത്താവുമാണ് വീട്ടിലുള്ളത്. 60% സംഭവം ഓക്കെയാണ്. വലിയ കണക്കുകൂട്ടലാണല്ലോ. അപ്പൊ ഇത് സ്ഥിരം പരിപാടിയാണ് തന്റെ അല്ലേ? അങ്ങനൊന്നുമില്ല. എന്താ സാർ ഈ ഊമാളൊക്കെ ആരുടെ പോലീസിലെടുക്കുന്നു? നല്ല വലിവാണോ? 1 ലിറ്റർ എത്ര കിലോമീറ്റർ കിട്ടും? പോലീസ് സ്റ്റേഷനിലെ ഗർജിക്കുന്ന സിംഹമാണ് വലിവ് വാസു. ഇത് സത്യത്തിൽ വലിവ് വാസുവല്ല. ഇത് ഗർജിക്കുന്ന സിംഹവും അല്ല. ഇത് ഛർദിക്കുന്ന സിംഹമാണ്. ഛർദിക്കുന്ന സിംഹം. അതെ, കഷണ്ടി ഉള്ള മഞ്ഞ ടീഷർട്ടുണ്ട് ഒരുത്തൻ ഇതിലെ പോകുന്ന കണ്ടോ? സത്യം പറഞ്ഞ ഈ കഷണ്ടി ഉള്ള ടീഷർട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇത് എവിടെ നിന്നാണ് സാർ ഈ കഷണ്ടി ഉള്ള അതല്ല, കഷണ്ടി ഉള്ള ഒരു കള്ളൻ ഇതുവഴി ഓടിപ്പോകുന്ന കണ്ടോ? അതില്ല, ഇല്ല, കണ്ടിട്ടില്ല. സാറേ ഞാൻ ഒരു സംശയം. സാറ് എന്തിനാ ഇട്ട് ഓടിക്കുന്ന ആ പാവത്തിന്? അവനെ 1 രൂപയുടെ ഒരു കിറ്റ് മോഷ്ടിച്ച്. മോശം സാറേ, കേരള പോലീസിന് നാണക്കേട്. 1 രൂപയുടെ ഒരു കിറ്റ് മോശം ആ പാവത്തിനായിട്ട് ഓടിക്കുന്ന അതൊക്കെ മോശം. കിറ്റിനകത്ത് DGPയുടെ ഭാര്യയുടെ 2 പവന്റെ നെക്ലസ് ഉണ്ട്. അതിനായിട്ട് ഓടിക്കുന്ന മനസ്സിലായില്ലേ? അത് ശരി. അല്ല സാറ് ഈ വയ്യാത്ത സമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങേണ്ട കാര്യമില്ല. വേറെ കോൺസ്റ്റബിൾസ് ആരുമില്ല? അവരെല്ലാ പോലീസുകാരും കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ പോലീസ് ചെക്കിംഗ് കൊണ്ടെന്ന് പറഞ്ഞാൽ അവരെല്ലാം തിരിച്ചു പോയി. ഏതാണ് ഇത്? എന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ ഈ മാതിരി അനാശാസ്ത്ര പരിപാടികൾ ഞാൻ സമ്മതിക്കല്ല. എല്ലാത്തിനും പൊക്കിയ സ്റ്റേഷനിടും. നാളെ കോടതി അവധിയാണ്. മറ്റാന്നല്ല വിടുള്ളൂ. അങ്ങനെയാണ് ഒരു ഉപകാരം ചെയ്യാവോ? ഞങ്ങളെ പൊക്കുമ്പോ എന്നെ അവളെ കൂടെ ഒറ്റ ഞാൻ പറയാം സാറേ. അത് ഇവര് തമ്മിൽ വർഷങ്ങളായിട്ട് പ്രണയത്തിലായിരുന്നു. നാളെ ഗുരുവായൂർ വെച്ച് അവരുടെ കല്യാണമാണ്. അല്ല. അല്ലേ? എന്നാ പൊക്കിയ സ്റ്റേഷനിലിടും. ഞാൻ പറഞ്ഞേക്കാം. ആണോടാ? സത്യം പറ. നീ കല്യാണം കഴിക്കാൻ പോണ വേണ്ടാണോ? അല്ല. അല്ല. അല്ലേ? അല്ല. ആണ്. ആണ്. പിന്നെ നീ എന്തിനാ ഇവരെ ഇങ്ങനെ മണം പിടിച്ച് നടക്കുന്നത്? അല്ല ഞാൻ കൂട്ടുകാരനാ സാറേ. ഇവന്റെ കൂട്ടുകാരനാ? നിനക്ക് നാണയില്ലടാ ഇവന്റെ ഒക്കെ കൂടെ നടക്കാനായിട്ട്? നമ്മളറിഞ്ഞാ സാറേ ഇവനൊക്കെ ഇത്ര വൃത്തിയായിട്ടാകുമ്പോഴാണ്. ഒരു കാര്യം ചെയ്യ്, നീ എന്റെ കൂടെ ഒന്ന് അങ്ങോട്ട് വാ. കള്ളനെ കിട്ടിയില്ലെങ്കിൽ നിന്നെ തൽക്കാലം ഞാൻ കള്ളനാക്കാം. ഇങ്ങോട്ട് നടക്കാം. അയ്യോ നീ പോയി കാണുന്നുണ്ട്. ശരി ഒന്ന് എൻജോയ്. സാർ എന്നെ കൂടെ അറസ്റ്റ് ചെയ്യൂ. സാർ എന്നെ കൂടെ അറസ്റ്റ് ചെയ്യൂ പ്ലീസ്. സാർ എന്തായാലും തെറ്റ് ഞാൻ ചെയ്തോളാം. സാർ എന്നെ കൂടെ അറസ്റ്റ് ചെയ്യൂ പ്ലീസ്. എന്താ? ഞാൻ വരില്ല. അവിടെ പോയി നിൽക്കും. അയ്യോ 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 എന്തായി കാണിക്കുന്നു? മാറി നിൽക്കൂ. ഞാൻ പെണ്ണ് കാണാൻ പോകുന്ന ആളാണ്. എന്തായി കാണിക്കുന്ന ഈ കുട്ടി?
ഒരു മിനിറ്റ്, ഞാനൊരു കോള് വിളിച്ചോട്ടെ. പിന്നെ എന്നോടൊന്നിനും ചോദിക്കുന്നു. ഹലോ, എടാ രാജേഷ്, എന്റെ ഭർത്താവാട്ടോ. അങ്ങനെ ഒരു വേട്ടാവളിയുണ്ടോ? എടാ, ഞാൻ ഇനി വീട്ടിലോട്ട് വരുന്നില്ല. എനിക്കിവിടെ വേറൊരു കല്യാണമൊക്കെ ആയിട്ടുണ്ട്. 2 പിള്ളേരെ നോക്കി നീ അങ്ങ് അവിടെ താമസിച്ചാൽ മതി കേട്ടോ. നാളെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് 10 മണിക്ക് എന്റെ കല്യാണം കേട്ടോ. ഇനി എന്നെ അന്വേഷിച്ച് നീ വന്നേക്കല്ലേ, വച്ചിട്ട് പോടാ. പിന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ഇഷ്ടായിട്ടോ. എനിക്ക് ദൈവം തന്ന നിധിയാട്ടോ. ഇനി ഞാൻ ഏട്ടനെ വിട്ട് എങ്ങും പോവില്ലാട്ടോ. എല്ലാവർക്കും അറിയാല്ലേ, എന്റെ ദേഹത്തോട്ട് വലിഞ്ഞു കയറാൻ ശ്രമിക്കുകയാണ്. ഏട്ടാ, എന്താ ഏട്ടന്റെ പേര്? ഏത് വേട്ടൻ? ഏട്ടനെയാ? എന്താ പേര്? എന്റെ പേരോ? എന്റെ പേര് ഒരു വൃത്തികെട്ട പേരാണ്, കാനകൻ. എനിക്ക് ഒത്തിരി ഇഷ്ടായി. എന്റേത് നിത്യകന്യക, നിത്യകന്യക കനകൻ. എനിക്ക് ഒരുപാട് ഇഷ്ടായി. ദേ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. അയ്യോ, ഏത് കോലത്തെ തമ്പുരാട്ടിയാണാവോ? ഏട്ടാ, ഈ നിമിഷം മുതൽ ഞാൻ ഏട്ടന്റെ. അയ്യോ, എന്തേ ഒരു നിമിഷം കൊണ്ട് പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യവൽക്കരിക്കാൻ പോവല്ലേ? ഏട്ടാ, നമ്മുടെ ഹണിമൂൺ എവിടെ വേണമെന്നാ? ഹണിമൂൺ എവിടാന്ന് വെച്ചാ അവിടെ പോയി തിരക്കണം. എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഹണിമൂണല്ല, ഹണിമൂൺ എവിടെയാ ഏട്ടാ? എന്തൊരു കഷ്ടമായത് ഹണിമൂൺ എന്നൊക്കെ. ഇത് എന്ത് നിനക്ക് പ്രാന്താണോ? പിന്നെ കല്യാണത്തിന്റെ ബാലപാഠങ്ങൾ ചേട്ടന് പഠിക്കണ്ടേ? ഹണിമൂൺ എവിടെയാ? അയ്യോ, ബാലപാഠങ്ങളൊന്നും അറിയാത്ത ഒരാള്. എന്റെ ഷെൽഫ് എടുക്കുന്നത്. ഷെൽഫല്ല, സെൽഫിയാ. ഞാനൊന്ന് സെൽഫി ഫോട്ടോ എടുക്കരുത്. ഞാൻ പറഞ്ഞു ചോദിച്ചിട്ട് നിങ്ങൾ അങ്ങനെ മോശം കാണിക്കരുത്. അല്ലേ, എന്റെ ജീവിതം തുടങ്ങിയില്ല, അരൂപ അങ്ങ് ഉടക്കായിരുന്നു. അയ്യോ, എന്റെ ചേട്ടൻ എന്നോട് വഴക്കൊന്നും ഇടത്തില്ല, ഭയങ്കര സ്നേഹമാ. അല്ലേട്ടാ, സൂപ്പർ മാച്ച് ആയിട്ടാ, അടിപൊളി കപ്പിൽ, നല്ല സെലക്ഷൻ. എന്റെ ഭാഗ്യമായി ഇവള്. നീ വന്നേ, ഞാൻ പോയിട്ട് വരാവേ. എന്ത് സാറേ? ഒന്ന് പോ സാറേ, ഒന്ന് ചുളുവിന് കിട്ടിയ മിണ്ടല്ലേ. അപ്പൊ ഓക്കെ സാറേ. ഓ, സാറിന്റെ വലിവ് എങ്ങനെയുണ്ട്? എനിക്കല്ലല്ലോ, നീയല്ലേ ഇനി വലിക്കാൻ പോകുന്നത്. അല്ല, ആ പറഞ്ഞതിനകത്ത് എന്തോ ഒരു ഒന്നുമില്ല ഏട്ടാ. ഏട്ടാ, നിന്റെ വേട്ട. എന്റെ ഏട്ടൻ ഈ താടിക്കാരാ സുന്ദരം. ഇങ്ങ് വാ, ഇങ്ങോട്ട് ഞാൻ പറഞ്ഞ കേട്ടോ. ഇങ്ങോട്ട് നീങ്ങി നിക്കണ്ടേ. ഇനി നമുക്ക് ഒരു ഡാൻസ് കൂടെ കളിക്കാട്ടാ. ഹലോ ഹലോ, തോന്നിയോസി, എനിക്ക് അങ്ങോട്ട് വരാമോ? സ്വർഗത്തിലെ കട്ടുറുപ്പ. പിന്നെ എന്നെ പോലീസുകാരൻ പിടിച്ചോണ്ട് പോയിട്ടില്ല. പിന്നെ എന്നെ ഈ ചുടലയക്ഷിയുടെ മുമ്പ് ഇട്ടിട്ട് നീ മുങ്ങി കളഞ്ഞില്ലേ? പിന്നല്ലാതെ. അതെ, ഒരു കാര്യം ചെയ്യ്, വാ നമുക്ക് കട്ടപ്പനയ്ക്ക് പോവാം. പെണ്ണ് കാണണ്ടേ? ഇയ്യടി, ഇനി അങ്ങോട്ടൊന്നല്ല, ഈ ഭൂലോകത്ത് എങ്ങോട്ടും പോയിട്ട് യാതൊരു കാര്യമില്ല. അതെന്താ? എടാ, നീ ഇവിടെ കിടന്ന് ആ പെങ്കൊച്ചോട്ട് പാട്ടിനകത്ത് കിടന്ന് കൊഞ്ചു കുഴഞ്ഞാ. അതിന് കാരണക്കാരൻ നീയല്ലേ പോലീസുകാരോട് പറഞ്ഞു ഞാൻ ഇവളോട്ട് പ്രണയമാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ കുഞ്ഞു കുഴയാൻ പോയത്? ഞാനല്ലല്ലോ, അവൾ എന്റെ ദൈവത്ത് കയറി ഡാൻസ് ചെയ്തല്ലേ. ആ ഡാൻസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ഫോൺ വെച്ച് നിങ്ങളുടെ രണ്ടുപേരും കൂടെ ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ എടുത്തിട്ട് അവള് മൈ ന്യൂ റിലേഷൻഷിപ്പ് വിത്ത് കന്യക വിത്ത് കനകണ്ണൻ എന്നും പറഞ്ഞ് അവള് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട്. അതുകൊണ്ട് ആ പെണ്ണുത്തിന്റെ വീട്ടിൽ നിന്ന് കട്ടപ്പനെ തന്നെ വിളിച്ച് പൂരത്തെറി. ഇത്രയും വൃത്തിയേട്ടവന്മാരെ കൊണ്ടാണ് പെണ്ണ് കാണാൻ വരുന്നതെന്ന് പറഞ്ഞു. അയ്യോ, ആവശ്യമില്ലാത്ത തോന്നിയാത്ത ഉണ്ടാക്കാനായിട്ട്. അപ്പൊ അത് നടക്കത്തില്ലേ? അവിടെ നല്ല ഇനി ഭൂലോകത്ത് എവിടെ നിനക്ക് പെണ്ണ് കിടത്തില്ല. എന്റെ കല്യാണം നടക്കത്തില്ല. 100 ലൈക്ക്. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണം? അളിയാ, ഇനിയിപ്പോ ഒറ്റ വഴിയേ ഉള്ളു. എന്തോന്ന്? തെങ്ങി കയറാതെ താഴെ വീണ് കിട്ടിയ തേങ്ങയില്ലേ, നല്ലോണം ചമ്മന്തി അരച്ച് കഴി.
ഇനി ഞാനെന്നും നിനക്ക് ഇനി സ്ഥിരം എന്നും കഞ്ഞിയും ചമ്മന്തി. മാ കരയട്ടാ. സ്റ്റാർ ഓൺലൈൻ എന്ന സെഗ്മെന്റ് സ്റ്റാർ ഓൺലൈൻ എന്ന സെഗ്മെന്റ് ആണ് അടുത്തതായിട്ട്. ടിക്ടോക്കിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ച ഒരു താരമാണ് ഇന്നിങ്ങോട്ടേക്ക് എത്താൻ പോകുന്നത്. ശ്രീ പ്രദീപ് എരവൻകര. നമസ്കാരം. എനിക്ക് ഇദ്ദേഹത്തിനെ ഈ വേഷത്തിൽ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പലർക്കും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇല്ല, ബുദ്ധിമുട്ടുണ്ടോ? ടിക്ടോക്കിൽ എനിക്ക് തോന്നുന്നു ഈ വിഷുവിന് ഏറ്റവും കൂടുതൽ ചിരിച്ച ഒരു വീഡിയോ, ഞാൻ സത്യം പറഞ്ഞ വിഷുവിന് ചിരിച്ച് മറിഞ്ഞു. അത് ആരുടെ വീഡിയോ കണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ടാണ്. നമുക്കൊന്ന് കണ്ടാലോ? എനിക്കിപ്പോ ഒരു ഡൗട്ട് എന്താ ഇത് ഞാൻ തന്നെ എന്നെ മിമിക്രി ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ്. അതുപോലെ ഉണ്ട്, അതുപോലെ ഇരിക്കുന്ന പോലെ ഉഗ്രനായിട്ടുണ്ട് കേട്ടോ. നല്ലായിരിക്കുന്നത്. പ്രദീപിന് ഇതെപ്പോ തോന്നി ഇത് ചെയ്യണമെന്ന്? ഒരുപാട് ടിക്ടോക്ക് ചെയ്തിട്ടുണ്ടോ? ഒരുപാടൊന്നും ചെയ്തിട്ടില്ല. ചെയ്തു വന്നപ്പോഴത്തേക്ക് ക്ലിക്കായി പോയി. ഇതാണ് ഏറ്റവും കൂടുതൽ ക്ലിക്കായ വീഡിയോ. ഏറ്റവും കൂടുതൽ ഇത് ചെയ്തപ്പോ ഇത് കണ്ടതിന് ശേഷം ആരുടെയെങ്കിലും നെഗറ്റീവ് കമന്റോ? ഒത്തിരി ഉണ്ടായിരുന്നു. ഒത്തിരി. എന്തായിരുന്നു? കൃഷ്ണനെ കളിയാക്കി എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്തതല്ല. അയ്യോ, ഇത് തമാശക്ക് വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്ന സംഭവം. പിന്നെ അല്ലാതെ കളിയാക്കുന്നു. അങ്ങനെയാണ് ഭീമനെ കളിയാക്കിയതല്ലേ? അതെ. അല്ല, സത്യമല്ലേ? കൃഷ്ണനെ കളിയാക്കിയത് അവര് പറഞ്ഞാൽ ഭീമനെ കളിയാക്കിയതാണിത്. ഭീമൻ ആരാ? പഞ്ചപാണ്ഡവന്മാരിൽ ആരാ? ആരാ? ഓക്കെ, പ്രദീപ് എന്ത് ചെയ്യാണ്? ഞാൻ ഈ സ്റ്റേജ് ഡെക്കറേഷൻ, കല്യാണ വർക്കൊക്കെ ചെയ്യാം. കല്യാണ വർക്ക്. അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഇപ്പൊ സ്റ്റേജിലേക്ക് കയറി. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാരും വന്നോ? എന്റെ കൂട്ടുകാരെല്ലാം ഉണ്ട്. കൂട്ടുകാര്, വീട്ടുകാര്, വൈഫുണ്ട്, മക്കളുണ്ട്, എന്റെ കൂട്ടുകാരെല്ലാം ഉണ്ട്. മൊത്തം എത്ര പേര് വന്നു? മൊത്തം 10-17 പേര്. 17 പേരുമായിട്ടാണ് പ്രദീപ് സി കേരളത്തിന്റെ ഈ ഫ്ലോറിൽ എത്തിയിരിക്കുന്നത്. അത്രയധികം ആരാധകരും സുഹൃത്ത് ബന്ധമുള്ള ഒരു വ്യക്തിത്വമാണ് ഇദ്ദേഹം. നിറഞ്ഞൊരു കൈയടി കൊടുത്തേ. അടിപൊളി. നീലക്കണ്ണുള്ള മാനേ നിനക്കിണക്കിളി ഞാനേ എനിക്കിണക്കിളി നീയുള്ള യാത്രയിൽ. ഇതാണ് പ്രദീപിന്റെ കുടുംബം. എന്ത് തോന്നി ഭർത്താവ് ഇങ്ങനെ ഒരു അക്രമം കാണിച്ചപ്പോ? എന്താ പറയുക, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല മനുഷ്യാന്ന് ചോദിച്ചാ? സത്യത്തിൽ ചോദിച്ചു. എപ്പോഴും ടിക്ടോക്ക് തന്നെ. പുള്ളിക്ക് ആക്ടിങ്ങിനോടൊക്കെ ഭയങ്കര ക്രേസാ. അപ്പൊ ഞാൻ എപ്പോഴും ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ വീഡിയോസ് ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുന്നത്. കണ്ടുകൊണ്ടോള് ബോറടിച്ചു. പേരെന്താ? സുധാകരൻ. സന്തോഷായില്ലേ? സന്തോഷമായില്ലേ? ഓക്കെ. അച്ഛന്റെയും വൈഫിന്റെയും ഒക്കെ ആഗ്രഹമായിരുന്നു ഒന്ന് സ്റ്റേജിലേക്ക് വരണമെന്ന്. എന്തായാലും അത് സാധിച്ചു. അല്ല, എന്തായാലും അദ്ദേഹത്തിന്റെ ഇറങ്ങരെ നമ്മളെല്ലാരും പറയുന്നുണ്ട്, അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അച്ഛനല്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ. പ്രദീപിന്റെ ഒരു ഇതിലും ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ട്. കാണണ്ടേ? വേഷമൊക്കെ മാറി വരണം അല്ലേ? അല്ലേ? കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കൊണ്ടൽ കർവർണനെ കാർവർണനെ. കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കൊണ്ടൽ കർവർണനെ കാർവർണനെ. കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കൊണ്ടൽ കർവർണനെ കാർവർണനെ. പിള്ളേച്ചനെ കണി കാണിച്ചാ? പിള്ളേച്ചനെ ഉണർത്താനുള്ള പടക്കത്തിന് 10 രൂപ ചെലവാണ്. കൈനീട്ടാണെങ്കിൽ 1 രൂപ വരും. നക്കിയാണ് പരം നക്കി. അയാൾക്ക് കണിയും കിണിയൊന്നും വേണ്ട. എടാ, 1 രൂപ കൈനീട്ടം തരുന്നവനെ 50 പൈസ കൊണ്ട് ഉണർത്തണം. എന്നിട്ട് ഒരു ഉഗ്രൻ കണി കാണിക്കണം. ഹേ ബാലാമണി, എന്റെ ഇരുട്ടിലാക്കിയിട്ട് വെളിച്ചത്തൊന്നും ചിരിക്കണ്ട. എനിക്ക് കാണണ്ട ഈ മുഖം. എവിടെ വിളിച്ചോ? ഇവിടെ ഇരുട്ടാണ്. ഇങ്ങോട്ട് നോക്ക് ബാലാമണി.
ഞാൻ പോണേണ്. വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണം. രവിചേട്ടൻ വരുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഡാൻസ് അല്ലെങ്കിൽ പാട്ട്. ഇപ്പൊ ആദ്യം ഏതാണ് നടക്കാൻ പോകുന്നത്, പാട്ടാണോ ഡാൻസ് ആണോ? പാട്ട് പാടിക്കളയാം. പാട്ട് ഒരു എല്ലാത്തിന്റെ ഒരു 4 പേര് ചേർന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡിവോഷണൽ സോങ്സിന്റെ ഒരു സംഭവത്തിലേക്ക്. ഗജാനനം ഭൂതഗണാതിസേവിതം കവിധജംഭുഫല സാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. നമഃ നമഃ ശ്രീമഹാഗണപതേ നമഃ. പരശുരാമനോടൊത്തു രജതാഗ്നി വിട്ടങ്ങ് പരിവാരങ്ങളോടിങ്ങ് പരിലസിപ്പൂ. അഭംഗൂരം പൊഴിയും നിൻ പ്രഭയാത്ര ശിവപുരി അഭമമാകും തെക്കൻ ശൈലമായി എങ്ങും പ്രഭതോറും വിളങ്ങുന്ന ശൈലമായി വടക്കും നാഥ സർവവും നടത്തും നാഥ നിന്റെ നടയ്ക്കൽ ഞാൻ സാഷ്ടാംഗം നമിക്കുന്നീതാ. സമാധി കൊള്ളും സച്ചിന്മയ സംഹാരാധിപ സമസ്താപരാധവും ക്ഷമിക്കേ ദേവാ ക്ഷമിക്കേ ദേവാ ക്ഷമിക്കേ ദേവാ. ഇത് ഞാനിങ്ങ് എടുക്കുവാ, ഞാനിങ്ങ് എടുത്തോട്ടെ. സുരേഷ് ഗോപിയാണോ? അപ്പൊ എനിക്ക് ഓർമ്മ വന്നൊരു പാട്ടുണ്ട് ഈ അടുത്ത കാലത്ത് വളരെ വൈറലായ ഒരു സാധനം. ശബരിമലയിൽ തങ്ക സൂര്യോദയം സംക്രമപ്പുലരിയിൽ അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെന്റെ ഹൃദയവും ഉടുക്കും കൊട്ടി. ശബരിമലയിൽ തങ്ക സൂര്യോദയം. ചേട്ടാ ഒരു ഡാൻസ് കളിക്കണം. ഇല്ല സോറി, എനിക്ക് ഞാനതെല്ലാം മറന്നു, അതെല്ലാം ഞാൻ വിട്ടു. എനിക്കിപ്പോ ഓർമ്മയില്ല ഡാൻസ് ഒന്നും. ഭരതമുനി ഇതൊക്കെ മറന്നെന്നോ? ഭരതമുനി ഞാനോ? ഡാൻസിന്റെ ഉസ്താദ് ബാദുഷാ ഖാൻ. ചേട്ടാ ജയന്റെ ഏതെങ്കിലും ഒരു പാട്ട്, ചെറിയ ഡാൻസ് കളിച്ചു. അല്ല ഞാൻ ഡാൻസ് കളിക്കാം, എന്നാലും ഒറ്റയ്ക്കൊക്കെ അത് കളിക്കാൻ പറ്റും. ശരി ഓക്കെ, ഒരു കുട്ടിയും കൂടെ തരാം. അങ്ങനെയാണ് 2 ഡാൻസ് ഞാൻ കളിക്കാം. 2 ഡാൻസ് കളിക്കാം. ഓക്കെ, അത് നമ്മുടെ ഓഡിയൻസിലെ ആർക്കാണ് ഇതുമായിട്ട് ഒരു ഡാൻസ് കളിക്കാൻ ആഗ്രഹം? പറയും. ആ കുഞ്ഞിന് നല്ലൊരു കൈയടി കൊടുത്ത് വരും. പ്രിയയാണ് ഇന്നത്തെ നായിക, കുഞ്ഞു നായികയാണ്. എടുത്ത് ഒടിക്കരുത്. ഇത് കേട്ട ആർക്കും ഞാനേതൊരു വലിയ നായകനാണ്, ഞാനും ഒരു കുഞ്ഞു നായകനല്ലേ. കസ്തൂരി മാൻമിഴി മലർ ശരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. കസ്തൂരി മാൻമിഴി മലർ
മലർശരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ സ്വർഗീയ സ്വരമാധുരി ആ ഗന്ധർവ സ്വരമാധുരി കസ്തൂരി മാൻമിഴി മലർശരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. പ്രിയ വിളിച്ച ഉടനെ ഓടി വന്നു, ആ ഡാൻസിന് അറ്റൻഡ് ചെയ്തു. ആ വലിയ മനസ്സിന് അഭിനന്ദനങ്ങൾ. താങ്ക് യു. രവിചേട്ടന്റെ എന്താ ഡാൻസും പാട്ടൊക്കെ കണ്ട് അങ്ങനെ സമയം പോകുന്നത് അറിഞ്ഞില്ല. ഒരുപാട് സന്തോഷം ഇവിടെ വന്നതിൽ, ഇത്രയും നേരം നമ്മളെ ചിരിച്ചതിലും പിന്നെന്താ ഡാൻസ് പാട്ട് എല്ലാം കൊണ്ട് ഈ എപ്പിസോഡ് മനോഹരമാക്കി തീർത്തതിന് നന്ദി. താങ്ക് യു ഏട്ടാ, ഇനിയും വരണം തീർച്ചയായിട്ടും. ഓക്കെ, ശരി ഏട്ടാ, നമസ്കാരം. ഇവിടെ തരില്ലേ? ഇല്ല, അതിനുള്ളതില്ല. നന്നായിട്ട് ചിരിച്ചു കേട്ടോ. അപ്പൊ ഇതിലും കൂടുതൽ ചിരിയോടെ സന്തോഷത്തോടെ അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ഗുഡ് ബൈ. என்ன தெரியுமா நான் சிரித்து பழகி கருத்தை கவரும் ரசிகன் என்ன தெரியுமா